let's go. யாரோ ஃப்ரெண்டு சந்துருவா, எப்ப பார்த்தாலும் அவனை பத்தியே பேசிட்டு இருக்கியா? யாரு இந்த சந்துரு? சந்துருனா யாருன்னு தெரியுமா? കാശ് വന്നിട്ടില്ല, മന്തെന്റ് തരാം. താങ്ക് യു. പൈസ ഉണ്ടല്ലേ? ഇതൊന്നും പെയ്ഡല്ല. കല്യാണ ഫണ്ടിലൂടെ മറ്റേ ഇറക്കി 5 നോക്കണ്ണ എനിക്ക് എ സി അടിച്ചു നോക്കണ്ണ. ഞാൻ പോന്നേ. തണുപ്പാ നോക്കണ. ഇതുണ്ടാ ഇതാണ് വെടി, ബിഗ്ഗസ്റ്റ് വെടി ഇൻ കേരള. കുക്കണ്ണ നിർത്തി പൊട്ടിക്കണ സത്യം പറഞ്ഞ ഇവിടെ. കണ്ടോ, ഇതൊക്കെ വല്ല അമ്മാവന്റെ ഉച്ചിയിലൊന്ന് വീണ് കഴിഞ്ഞാൽ അപ്പ തീരും. പൊട്ടി തെറിച്ച സാധനം കണ്ട, അത് വന്ന് ഉച്ചിയിലടിച്ചെറിഞ്ഞാവും. ജാക്കിവനെ ഹായടാ. കാവശ്ശേരി പൂരം ഓറ മീറ്റ്സ്. ഇത് നമ്മൾ കണ്ടായിരുന്നു. ഇത് ഉണ്ടായിരുന്ന ഇത് നമ്മൾ ഇന്നലെ കണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഞാനും മറ്റേ സ്നൈപ്പും മന്ദാരും എല്ലാവരും. നാക്കില്ലാത്തവേ ഇപ്പൊ സംസാരം നോക്കാം. സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ അടുത്ത് നിന്നപ്പോ ഇവന്റെ പേര് ഞാൻ ചോദിച്ചു. അപ്പൊ പേരെന്തായിരുന്നു? ബ്രോക്കൺ. പറയും ബ്രോക്കൺ ആണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു പണ്ടത്തെ ബ്രോക്കൺ ആണോ ചോദിച്ചു. ഏത് ബ്രോക്കൺ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണ്. അപ്പൊ അവൻ മറ്റേ ഒരുമാതിരി എന്ത് താളടിച്ചു. അതറിയത്തില്ല ബ്രോ, ഞാൻ ബ്രോക്കൺ ഇല്ല ബ്രോ. പണ്ടുണ്ടായ ബ്രോക്കൺ ആയിരിക്കും ബ്രോ. എന്ത് അതല്ലേ ചോദിച്ചേ? അറിയത്തില്ല പണ്ടത്തെ ബ്രോക്കൺ ആണോ അറിയത്തില്ല. അപ്പൊ ഇവൻ അടുത്ത അളന്ന് നീ പണ്ട് മറ്റേ ബെല്ലയിൽ അടിയുണ്ടല്ലോ ഓലല്ലേ എന്ന് പറഞ്ഞ് തിരിച്ച് എന്റെ അടുത്ത് കൊണച്ചു. എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ കാണാൻ സിറ്റുവേഷൻ പറയുന്നത് നിങ്ങളെ സൈഡിൽ അമ്പിയായിരുന്നല്ലേ അവേ? ഞാൻ വിചാരിച്ചില്ല ഓനെ കുറച്ചൊക്കെ തള്ളി എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. കള്ളി സത്യം പറഞ്ഞ സ്റ്റാർട്ടിങ് ഇനീഷ്യേറ്റ് ചെയ്തെന്നാ പറയണത്. പണ്ടത്തെ ബ്രോക്കറാണെന്ന് പറഞ്ഞ എന്ത് ഇനിഷ്യേറ്റിംഗ് ആണ്? എടാ ഇത്രയും കുടച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ സംസാരിക്കാൻ പോകുമ്പോ തന്നെ അപ്പൊ തന്നെ അടിച്ചങ്ങ് കൊല്ലണം നേരെ പോയിട്ട്. എന്തിനാ സംസാരിക്കുന്നേ? എന്റെ ആവശ്യമില്ലായിരുന്നു. അല്ലല്ല പണ്ടത്തെ ബ്രോക്കറാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞോളൂ. ഒരു മിനിറ്റ് സംസാരിക്കില്ലേ? അപ്പൊ എന്റെ അടുത്ത് സംസാരിക്കില്ലേ? എനിക്കിതിനെ മാക്കാച്ചിക്കുന്നത് കൊള്ളാം കേട്ടാ. ശരിക്കും അപ്പൊ തന്നെ ഉറക്കി. ശരിക്കും എന്തിനാ മനസ്സിലായില്ല കേട്ടാ. ഇതാണ് ലെഗസി എന്ന് പറയുന്നത്. ഇപ്പഴിട്ട സമയങ്ങളുണ്ട്. നൈസ് കളി കളിച്ചോണ്ടിരിക്കുന്നത്. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചതിനാ സാറേ ശീലം. എഡിറ്റ് ചെയ്ത് കൊള്ളാമല്ലോ, ഇഷ്ടപ്പെട്ടു. ഇത് ആരുടെ തക്കടും ഷങ്സാ സ്നാക്സാ കൊള്ളാം. നല്ല എഡിറ്റ് കൊള്ളാം, നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ തന്നെ. ഒരു വൈബ് സാധനം കൊള്ളാം.
ഓന്റെ ഓസാരം എനിക്ക് വേണ്ടെന്നാ. അന്റെ ഓസാരം എനിക്ക് വേണ്ട. ഇവിളിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം, മനസ്സിലായ? ചങ്കൂറ്റുണ്ടാ എന്റെ നെഞ്ചത്ത് ഇവിടെ എങ്ങനെ നോക്കണം എന്നുള്ളത്, മനസ്സിലായേ? ഇതിന് ആന്റെ ഓസാരം എനിക്ക് വേണ്ട, മനസ്സിലായ? ഡ്രീമറിന് അല്ലുവിന്റെ ഒരു കട്ടില്ലേ അല്ലേ? അത് ഈ ബോഡി ട്രാൻസ്ഫോർമേഷന് ശേഷം പറയാറുണ്ട്. അല്ലു അർജുന്റെ ഒരു ഇനി അത് കണ്ടന്റ് വരും കേട്ടാ. ഇത് മറ്റേ അവൻ ഷാറൂഖ് ഖാന്റെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞോലെ ഉണ്ട തുപ്പുന്നു, എല്ലാരും തുപ്പുവാണ്. ആണോ? തുപ്പുന്നു തൂന്നു ഓക്കെ ഓക്കെ ഓക്കെ. പരിഷ്കാരി പ്രിന്റർ ഒന്നും വേണ്ട, അങ്ങ് അച്ചടിച്ച് തന്നോളൂ. നിന്റെ ഈ ചങ്കൂറ്റം മാത്രം മതി, ഞങ്ങളോട് പോരെ. ഇനിയുള്ള ജീവിതം സുഖകരം. കാശിന് കാശ്, കള്ളില് കള്ള്, പെണ്ണിന് പെണ്ണ്, എന്തൊക്കെ വേണം എല്ലാം ഞൊടിയടയിൽ. ഇത് ഡ്രൈവർ ആക്കിയതാ. ചെറിയൊരു ചീത്തപ്പേര് ആൾക്കാർ വിളിക്കുന്നേ ഉള്ളൂ, ഗുണ്ട. കണ്ട I used to believe we were burning on the edge of something beautiful, something beautiful. കല്ലുപോലെയല്ലേ ഇത്? പാറ്റേൺ നോക്കി കല്ലുപോലെ. പുറത്തിറക്കാൻ പറ്റില്ല, പിള്ളേര് മാന്തി എടുത്തോണ്ട് പോവും. ആലോചിച്ച് നോക്കണം, ഇതൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇതൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പ്രകാശമായിരിക്കും എല്ലായിടത്തും, റിഫ്ലക്ഷൻ അടിച്ചുകൊണ്ടിരിക്കും 4 സൈഡിൽ നിന്ന്. റോഡിൽ കൂടി ഓടിക്കാൻ പറ്റൂല, ഇത് മിന്നി പോകുന്നതാണൊക്കെ പോവും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോണ്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചുരണ്ടി എടുക്കും. ലൈറ്റ് അടിക്കുന്നുണ്ടാ താഴെ? കമ്മ്യൂണിറ്റിയിൽ എന്ത് പറയും ഇവനൊക്കെ? ഇവൻ എന്ത് പറയാ? ഏത് കമ്മ്യൂണിറ്റി അല്ല, ഏത് കമ്മ്യൂണിറ്റി? അതാ ഞാൻ ചോദിക്കണേ, ഏത് കമ്മ്യൂണിറ്റിയാ? ഇവിടെ എല്ലാരും ഇൻഡിവിജ്വൽ സ്ട്രീമേഴ്സാ. എന്റെ പൊന്ന് വാസണ്ണ ഈകളെ, നിങ്ങൾ എന്തിനെങ്ങനെ തെറി പറയുന്നത്? ഞാൻ നിങ്ങൾ ഇന്നേ വരെ തെറി പറയുന്നത് കേട്ടിട്ടില്ല. നിങ്ങളൊരു നല്ലൊരു മാന്യത കീപ്പ് ചെയ്യുന്ന ആളാണ്. ഇന്നേ വരെ ഇന്നേ വരെ തെറി പറഞ്ഞിട്ടില്ല. സായിപ്പ് ചന്ദ്രനൊക്കെയാണ് പച്ച വരാതം തുടങ്ങുന്നത്. നിങ്ങളെപ്പോലെ നല്ല സ്ട്രീമർ ഇങ്ങനെ പറയൂ? ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ഫാൻസ് എനിക്ക് അയച്ചെന്നാണ്, ഇതാ നോക്കും നിന്റെ ഈകള് തെറി പറഞ്ഞെന്ന്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഇത് ഈകളാണോ ഇങ്ങനൊക്കെ തോന്നുന്നുണ്ടാ? അങ്ങനെ ഇത് കമ്മ്യൂണിറ്റിയിൽ എന്ത് ഇങ്ങനെ ഇത് ഈകളാണോ ഇങ്ങനൊക്കെ പറയുന്നേ? എന്തിനാ വാസണ്ണ നിങ്ങൾ ഇങ്ങനെ തെറി പറഞ്ഞിട്ട് നിങ്ങളെ വില കളയുന്നത്? നിങ്ങൾക്കൊരു ഇതുണ്ട്, ഒരു ഓഡിയൻസ് ഉണ്ട്, അത് അവർക്ക് വിഷമാവും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ. അപ്പൊ എനിക്ക് വാസണ്ണന്റെ ഞാൻ കാല് പിടിക്കാം, ദയവ് ചെയ്ത് നിങ്ങൾ ഇനി തെറി പറയരുത്. നിങ്ങൾ എന്താ പറഞ്ഞാല് ഷമീറിനോടായാലും ആരോടായാലും ദേഷ്യം ഉണ്ടെങ്കിൽ അടിക്കുന്നവരെ പറഞ്ഞോ, പക്ഷെ തെറി പറയരുത്. അതെന്താ പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ആര് ഡിലീറ്റ് ചെയ്തത്? എനിക്കറിയാം. കുമ്പൻ ഈ വണ്ടികൾ തമ്മിൽ വിവാദമാണ് ഇപ്പം, അതുകൊണ്ട് റിയാക്ട് ചെയ്യണ്ട.
എടാ ഈകളെ 100 ആയിസറാ. വിളിച്ച ചെന്നൈന്റെ മുംബൈന്റെ കാലം കഴിഞ്ഞു. ഇന്നലത്തെ രാജസ്ഥാൻ കളി കണ്ടില്ലേ? രോഹിത് ശർമ്മ വരെ പിച്ചിൽ റണ്ണെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. പിള്ളേരിലേതാ അടി. അതുപോലെ തന്നെ നമ്മളടിയുന്നു. RCB കളി കണ്ടില്ലേ ഇതിനകത്ത്? ഇപ്രാവശ്യത്തെ കപ്പ് നമുക്കല്ലേ. ഇത് CSK മുംബൈയാണ്. നിങ്ങളവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. പണ്ടു ഇതിനേക്കാൾ വലിയ തോൽവി ഉണ്ടായിട്ട് കൂടി CSK മുംബൈ തിരിച്ചു വന്നു. 2010 വിവാദം. RCB ഒന്നും പറയാനില്ല. RCB ഈ കുക്കണ്ണ ഇപ്പൊ എല്ലാം കൂടെ തുടങ്ങും. പുതുതായിട്ട് ജോലി കയറിയാണോ? അവനായിട്ട് വള്ളിക്ക് കൊണ്ടാട്ടാ. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഇതിപ്പോഴും ഉണ്ടോ? ഷാഡോ ഫൈറ്റ് ഒക്കെ നമ്മൾ പണ്ടത്തെ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ടാവും. കാരണം നമ്മൾ പണ്ട് എന്താ ചെയ്തോണ്ടിരുന്നത് ഈ സമയം പോകാൻ വേണ്ടിട്ട്? ഈ റീലും ഈ ഞാൻ പല പരിപാടിയും ചെയ്തിട്ടുണ്ട്, അത് പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളെ പോലെ ബാക്കിയുള്ളവർക്ക് വെടിയടിച്ച് നടക്കാൻ പറ്റുമോ? ബാക്കിയുള്ളവർക്ക് എല്ലാരും അതാണ് അയ്യോ ആരും ഒന്നും ഇവിടെ ആരും മാന്യനല്ലേ, ചുമ്മാ നിങ്ങളെപ്പോലെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ നിങ്ങളെപ്പോലെ ബാക്കിയുള്ളവർക്ക് വെടിയടിച്ച് നടക്കാൻ പറ്റൂലല്ലോ. കൊണ്ണ നിങ്ങളെ മാന്യതയുടെ മുഖംമൂടി വലിച്ചു കീറട്ടെ ഞാൻ താന്റെ പേജ് തുടങ്ങുവേ. ചന്ദ്രൻ അവരാധം തൊട്ട് പേജ് തുടങ്ങുന്നു വിടും ഓരോ ദിവസവും. ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് പിന്നെ മിനി മിൽഷ്യ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. ഈ മോഡൽ വരുന്ന ഈറ്റല്ലോ എന്താ പറയുന്നതിന്? ഈ മോഡൽ ഏതാ? അതിനാ വെക്കേണ്ടത് ലൈവ്. E36 സോറി നമ്മൾ താഴെ നിന്നുണ്ടോടെ വീണ്ടും? നീലനായിരിക്കും. T47 നീലി. എടാ ഓൾറെഡി ആ ലോബി ആയിരിക്കും തൊടാൻ പറ്റുന്നില്ല. അതിന്റെ അകത്തേക്ക് നീലും കൂടി വരുന്നേ. വെൽക്കം ടു ടീം നീലോ. എടാ T47 നീലോ. മൈ ഫക്കിംഗ് ഗോഡ്. എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ട്. എന്റെ അമ്മേ, അത് ഇവിടെ നിന്ന് ഈ ട്രാൻസിഷൻ പ്രതീക്ഷയില്ല. ഞാൻ ഇങ്ങനെ ചിരി വന്നതാണ് എനിക്കിത് കണ്ടപ്പോ. ഇതുണ്ടോ? ഇത് കണ്ടാ ഇതോ എടുത്ത് കാണിച്ചില്ല. ഇത് കണ്ടാ? നൈസ് സീൻസ് ആണത്. പാവടാ ആളെയാ.
എങ്ങനെയാണത് പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇത് മരപ്പാലാണോ സ്ഥലം? ആ നോട്ടം മറക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആ കണ്ണുകൾ മറക്കാൻ കഴിയുന്നില്ല. പോലീസറേ സാർ സിനിമയ്ക്ക് പോണം സാർ, സിനിമയ്ക്ക് പോണം സാർ. അച്ഛനെ പ്രത്യേകിച്ച് പറയാനില്ല, ഇത് കത്തി കയറിക്കോളും. തുടങ്ങാമിരിക്കും മലയാളത്തിൽ ഇതൊരു ന്യൂക്ലിയർ ബോംബ്. ഇനി കത്തിക്കേറും ഇനിയിപ്പൊ കത്തിക്കേറും ഇനിയിപ്പൊ കത്തിക്കേറും ഒരു കമ്പം പോൽ പാടുന്ന ഞാനിപ്പോ കേൾക്കണം. നിങ്ങൾ എഴുതിയ വരികൾ കൊടുക്കുന്ന ഇത് പടിഞ്ഞതെത്തല്ലോ. ഇത്തിരി വെള്ളം കുടിക്കാം ഇപ്പോൾ എണ്ണാക്കത്തി കുടിക്കുന്ന മരിച്ച കാരണം നിങ്ങൾ മാത്രമാ. DM-ൽ മലയാളം എഴുതാൻ പറഞ്ഞത് നിങ്ങൾ തന്നെയാ. കൊള്ളാടാ കൊള്ളാം, നൈസ് നൈസ്, അടിപൊളി. അത് ഓക്കെ. അവതരിപ്പിക്കാനായി അമൽ വരുന്നു. ചുടുതാളമായൊരു യാത്രയായി പദയാത്രയായി ഗതകാലമേ കുളിരോർമയായി ഒരു യാത്രയായി പദയാത്രയായി പറയാൻ മറന്ന വാക്കുമായി മനതാരിലായിതാ നിറദീപമേ കിനാവ് പോലെ കണ്ണിലേകുവാ നീഴൽ പോലെ അഴലാലെ നീഴൽ നീലേ പദയാത്ര നീഴൽ പോലെ അഴലാലെ അല്ലേ? നല്ല രസമുണ്ട്, അടിപൊളി. എന്ത് വോയിസാ, ഒരു രക്ഷയില്ലാത്ത വോയിസ്, അടിപൊളി മൂഡ്. ഭയങ്കര നല്ല വൈബുള്ളൊരു ഹോസ്റ്റൽ റൂമാണെന്ന് തോന്നുന്നുണ്ട്. നൈസ് നൈസ്. സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ലാതെ 100 CR തൂക്കിയ മുതലാണ്. ഹാഷിർ ഗൈസ്, വാഴ 2 ഹാഷിർ ഗ്യാങ് ഫുള്ള് വിഷയമാണ്. ആഷിർ ആ പേര് എനിക്കങ്ങ് വരുന്നില്ല. ആഷിർ ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. ഞാൻ വേട്ടെ, അവന്മാർക്ക് നല്ല ധാരണയുണ്ട്. ഇന്റർവ്യൂവില് ഒരു ഇന്റർവ്യൂർ ഇങ്ങനെ പറയും ഇങ്ങനെ, അത് നോർമലി സത്യം പറഞ്ഞാൽ അത് എപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇങ്ങനെ ചോദിക്കും ആശറിൻ്റെ അടുത്ത്, നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല, നിങ്ങൾ ഭയങ്കര സിമ്പിൾ ആണല്ലോ എന്ന്. അന്നേരം ആശർ ഇങ്ങനെ എടുത്ത് പറയും ഇങ്ങനെ, അതെ അതൊക്കെയാണ്, പക്ഷേ ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണുമായിരിക്കും, പക്ഷെ അതും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം എന്താ പറയുക, ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇതാവുന്ന രീതിയിൽ, അതായത് ആൾക്കാർ മിസ്ജഡ്ജ് ചെയ്യും ചില സ്ഥലങ്ങളിലൊക്കെ. ഓൾറെഡി ഉള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും പറയാൻ പോണ ഇതായിരിക്കും, ഓ അവന് ജാടാ അവൻ മറ്റേ സിനിമ വന്നപ്പോഴത്തേക്ക് അവന് ജാടയായി. അതിന് അഡ്വാൻസ് ചെയ്തവർ പറഞ്ഞാണ്, ലൈക്ക് നമ്മൾ കോമൺ ആൾക്കാരാണ്, ലൈക്ക് നമുക്കും ദേഷ്യം വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരും. അപ്പോൾ ആ സമയത്ത് മനസ്സിലായില്ലേ, വേറെ ടോക്കൊന്നും വരില്ല എന്നുള്ള രീതിയിൽ. കറക്റ്റ് കാര്യമാണ്. കൊള്ളാം, എന്തായാലും 100 കോടി. ചോദിക്കാൻ പഠിക്കുന്ന ഒരു കാര്യ ചോദിക്കട്ടെ. അപ്പൊ എന്നാ തിരിച്ച് അറിയില്ലടാ, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഫ്ലൈറ്റ് എപ്പോഴും നിനക്ക്? അത് മറ്റന്നാ ചെന്നൈന്ന്. അതുവരെ അപ്പച്ചിയുടെ വീട്ടിൽ. എന്താ നിന്റെ പ്ലാൻ? അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ലടാ. ഇനിയിപ്പോ എന്താ, രാവിലെ നിന്റെ ബൈക്കിന്റെ ഹോൺ അടി കേൾക്കാതെ നേരത്തെ എണ്ണിക്കണം, ഒറ്റയ്ക്ക് വായനശാലയിൽ പോണം, കുറച്ചേരം അവിടെ ഇങ്ങനെ ഇരിക്കണം, പിന്നെ ഗ്രൗണ്ടിൽ കളിയാണം പോണം ഒറ്റയ്ക്ക്. PSC പഠിക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ നീ ഇല്ലല്ലോ. പിന്നെ എല്ലാത്തിനും പുറമെ നേരത്തെ വീട്ടിൽ കയറണം.
അതാവുമ്പോ അമ്മയുടെ നിന്ന് വഴക്ക് കേൾക്കണ്ട. ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് എന്റെ കൂടെ ഗൾഫിലേക്ക് വന്നത്. ഗൾഫ് എനിക്ക് പറ്റിയ പണ്ണല്ലേ, എനിക്കറിയാലോ. നിനക്ക് എപ്പോഴും ട്രെയിന് 10 മിനിറ്റ് കൂടെ ഉണ്ട്. അതാണേ ലേറ്റ് ആണ്ട, പൈസ കൊടുത്തിട്ട്. ഞാൻ പോലെ നിനക്ക് ഞാൻ പോകുന്നൊരു വിഷമമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആണുങ്ങൾ ചോദിക്കാൻ പഠിക്കുന്ന ഒരു കാര്യ ചോദിക്കട്ടെ. ഞാൻ ഇന്ന് ഉമ്മ ചോട്ടെ. വിഷമുണ്ടടാ ഇനി അങ്ങോട്ട് എന്നെ രാവിലെ എണീപ്പിക്കാനും എന്നോട് വാഹനശാല വരാനും എന്നെ ലേറ്റായിട്ട് വീട്ടിൽ കൊണ്ടുവിടാനൊന്നും നീയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ എന്റെ ലൈഫിന്റെ ഒരു പോയിന്റ് ഇനി അങ്ങോട്ട് നീയില്ലല്ലേ? കൂടെ പുറത്തല്ലേടാ. അപ്പോ വിഷമുണ്ട്. ശരി. നൈസ് ബ്രോ, നൈസ് നൈസ്. നല്ല കണ്ടന്റ്, അടിപൊളി. ഇപ്പൊ ഇത് വെച്ച് കുറെ കണ്ടന്റ് ഇരുന്നുണ്ട്. എല്ലാം ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കണ്ടന്റാ കൂടുതൽ. കൊള്ളാം, നൈസ്. ഹാ വരട്ടെ, വരുമ്പോ നോക്കാം. ഹൈപ്പൊന്നും കൊടുക്കണ്ട, അനാവശ്യ ഹൈപ്പൊന്നും കൊടുക്കണ്ട. When I finally found my boyfriend, but they say he's mid-no. ആവറേജ്. അത് കണ്ടാക്കണം. സ്കോർ ചെയ്യുന്നത് ഇവന് എത്രയോ എത്ര കൊടുക്കാണ്ട്. അവൻ നമ്മുടെ ഇറക്കൻ. അവൻ മറ്റേ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ കണക്ക്. പിന്നല്ല ചോദിക്കോടനെ മാക്കി അത് ചെയ്യടാ അത് ചെയ്യടാ. പണിക്കാൻ മടിയുള്ള സാധനം സമർപ്പിക്കും. ഇത് രാവിലെ കേൾക്കുന്ന ആവശ്യമില്ലല്ലോ. സ്വന്തം പണി ചെയ്യല്ല, മൂടിട്ടി കിടക്ക. മീനുമായി ബന്ധപ്പെട്ട പണികളാണ് നമ്മളിപ്പോ പാലക്കാട് ചെയ്യുന്നത്. ഓ എത്ര വർഷമായി ഇവിടെ ഒക്കെ നേരം കൊറേ 15 വർഷം 14 വർഷം 16 വർഷമായി കേരളത്തിൽ മൊത്തം ഉണ്ട്. താമസം തത്തമംഗലം. അവിടെ ഫിഷ് സ്റ്റാൾ ഇട്ടിട്ടുണ്ടാ? കടയുണ്ട്, സ്വന്തമായിട്ട് കടയുണ്ട്. സ്വന്തമായിട്ട് എത്രമാനത്തെ അവിടെ കറണ്ട് ഓഫീസ് ഇല്ല. കറണ്ട് ഓഫീസ് അതിന്റെ തൊട്ട് ആ അത് നിങ്ങളായിട്ടിരിക്കുന്നത് സ്വന്തം ഓണർ. എന്താ ആരെന്നെ കൈ എന്ത് പറഞ്ഞാ നടത്തണേ? പിടിച്ച് നടക്കാൻ പറ്റുമോ? ആരെയും കൈ പിടിച്ച് നടക്കാൻ പറ്റില്ല. നമ്മള് സ്വന്തം നടക്കണം. 10 രൂപ സ്വന്തം ഉണ്ടാക്കണം. അത് ഗത്ത്. എന്തേ നിനക്ക് പണിക്ക് ഞാൻ പോയി രാവിലെ 5 ടൈം ബൈ അത് ചെയ്യടാ അത് ചെയ്യടാ. ഇത് രാവിലെ കേൾക്കുന്ന ആവശ്യമില്ലല്ലോ. സ്വന്തം പണി ചെയ്യല്ല, മൂടിട്ടി കിടക്ക. എങ്ങനെ കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിന്റെ അകത്ത് പകുതി യവന്മാർ എഴുതിയെടുക്കും കേട്ടാ കേരളത്തിന്റെ. രാജമൗലിയൊക്കെ എന്താണ് കാണിക്കുന്നത്? അദ്ദേഹം ഒരു ബാഹുബലി എടുത്തതിനു ശേഷം പിന്നെ എന്ത് തിരിച്ചുവരവാണ് നടത്തിയത്? അത് അദ്ദേഹത്തെ ബാധിക്കും. പ്രേസർ എന്ന നിലയിൽ നമുക്കത് ഒരു വർഷം ഇറങ്ങുന്ന പണത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ്. അത് മാത്രമല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നു.
തേങ്ങയ്ക്കാണ് ഈ ഓപ്പൺ ഹേമറിന് അവാർഡ് കൊടുത്തത്? നീ എന്തിനാണ് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. സീരിയസ്ലി എന്തിനാണ് അങ്ങനെ ഒരു അവാർഡ് കൊടുത്തതെന്ന് എനിക്കും ഒരു പിടുത്തമില്ല. അല്ല എന്നാലും അത് എന്തിനു കൊടുത്തു? അത് തന്നെ ഓപ്പൺ ഹൈമർ ഏത് പടം? ഈ ടെലിഗ്രാം അയക്കണേ. ചെറിയൊക്കെ ഈ മൂന്നിലോടും പ്ലാച്ച് മടക്കിലെ കുടിവെള്ളമായിരിക്കില്ലേ? അല്ല സാറേ, സ്പിരിറ്റാ. കേറി പരിശോധിക്കടോ. അമ്മക്കൊക്കെ സുഖല്ലേ സാർ? ഇവിടെ ഉള്ളവർ ഉണ്ടാക്കാമാരാന്ന് കരുതി. ഒറ്റക്കല്ലേ സാറേ, ഇവിടെ എല്ലാ ആൾക്കാരും കേറി പരിശോധിക്കണോ. ഇതിലും സ്പിരിറ്റാ സാറേ. ഇതിലും സ്പിരിറ്റാ സാർ. ഇതിലും സ്പിരിറ്റാ സാർ. പാരി 4 പേര് സ്പിരിറ്റ് നോക്ക് സാറേ. കയ്യടിക്ക് സാറേ. ചിഞ്ഞാടിലോട് സ്പിരിറ്റാത്തിന് എന്റെ കെട്ടങ്ങാനും കയറിയ എവിടായിരുന്നോടോ? വണ്ടിയുടെ മുമ്പിലല്ലേ സ്കൂട്ടറിന്റെ. ഇവരെന്നെ സംശയിച്ചില്ലയോ? പോടാവുന്നേ. ഇത് ഡയലോഗ് ഇല്ലാത്തതാണല്ലോ. ഇത് നമ്മുടെ ഡയലോഗ് ഇല്ല. ഇത് നമ്മുടെ ഡയലോഗ് ഇല്ലാത്തതാണ്. നീ കയറി സ്കോർ ചെയ്തതിനാണ്. ഇത് നമ്മുടെ ഡയലോഗ് ഇല്ലാത്ത സാധനമാണല്ലേ. സ്ക്രിപ്റ്റില്ലാത്ത ഡയലോഗ് കയറി പറഞ്ഞേട്ടാ. സ്കോർ ചെയ്തിട്ട് പോയി ആള്. EMI ആയതുകൊണ്ട് ഫോൺ രക്ഷപ്പെട്ടു. ബാക്കി കഥ മോഡലിന്റെ വീഡിയോ പറയും. എന്റെ ഒരു വാശിയായിട്ട് കുട്ടി മക്കളെ കഴിഞ്ഞ 8 ദിവസം സത്യം പറഞ്ഞ ഫോൺ മുമ്പിൽ വെച്ചിങ്ങനെ പാടാൻ തുടങ്ങിയിട്ട്. ഫോൺ വീണോ? അതാണോ വീണത്? അതാ സെക്കൻഡ് പാർട്ട്. ഓ അങ്ങനെ. അമ്മയായിരുന്നു എല്ലാരും മോഡേൺ ആയി. ഇത് അല്ലേ ആരാ? അമ്മ അനിയ ചേച്ചിയല്ലായിരിക്കും. നോവേ അതാ പറഞ്ഞ നോവേ. അതല്ലേ പയ്യെ ഹെവി. അമ്മയാണോ? വിശ്വസിക്കാൻ അല്ലേ? ആണത്. എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീലാണ്ട തോറ്റു മതി. ഭാനുമതി കേട്ടാ. വയ്യാന്ന് നീ പറയില്ല. നൃത്തം മാത്രമാവില്ല, ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്ക. തനിക്കറിയോ ഭാര്യരെ? അവളുടെ ശാപം അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റി അടിച്ചത്. ഈ ചിലം കേടാനുള്ള യോഗ്യതയില്ല. ഉള്ളിൽ 1000 മുള്ള കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ. ഞാനിതിവിടെ ഉപേക്ഷിക്കാണ് എന്നേക്കുമായി. ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി എറ്റി വീഴുമ്പോ ഓർത്തോ, അതൊരു പ്രളയത്തോളം വരുന്നു. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ടുവരില്ല. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞു മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ? എന്റെ മുഖത്ത് നോക്കി പറയൂ, നീലാണ്ടന് ഭാനുമതി ഇല്ലാതെ പൂർണ്ണതയുണ്ടോ? ഭാര്യനെ ഇനി ഒന്നിനും, മരണത്തിന് പോലും എന്നെ വിട്ടുകൊടുക്കില്ല.
പഴയ ചില ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്ന റീൽസിലായാലേ ഈ പഴയ സിനിമയുടെ ഭയങ്കര ഫീലുള്ള പാർട്ടൊക്കെ എടുത്തിട്ട് ഇപ്പോഴത്തെ പുതിയ ബീജിയമായിട്ടൊക്കെ കണക്ട് ചെയ്ത് സ്ലോ ഒക്കെ ആക്കി ഒരു ഓറ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് നൈസാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ സത്യം എന്ത് സീനല്ലേ. നൈസ് വീഡിയോ. പ്രത്യേകിച്ച് ഈ പാട്ട് തന്നെ ഭയങ്കര ഗൂസ്ബംസ് വരുന്ന സോങ്. ഈ പാട്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു കൂട്ടുകാരൻ പറഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മച്ചാൻ പാട്, അമ്മ കാണും. താഴെ കമന്റ് ഇടുക. നീ ചങ്കില് നീറിയ കനവ് കണ്ടടി സുന്ദരി എന്തൊരു പഠിപ്പ് കാലാതീതയ്ക്ക് വലിയൊരു മുടിവ് ഞാൻ ആ മീതയ്ക്ക് പരിധിയുടെ കുറവ് നീയാ പണത്തിന്റെ മുകളിലെ നരവ് ഐശ്വര്യറായിക്ക് കൊടുത്തത് താക്കി ഈശ്വര ഞാനിനി പറയുന്ന ബാക്കി പിള്ളേരുടെ ഭാഷയിലാണെങ്കിൽ പൂക്കിയത് പൊന്നെ പൊന്നമ്പിളി കണ്ണ് കണ്ണാന്തളി മുന്നിൽ എന്നും തുള്ളി വാ 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 പൊന്നെ പൊന്നമ്പിളി കണ്ണ് കണ്ണാന്തളി ചുണ്ടിൽ മുത്തം മുന്നു താ 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 വിഷയം എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും നന്നായിട്ട് പാടി. കൊള്ളാം മച്ചാൻ, അടിപൊളി, സൂപ്പർ, കിടിലായിട്ട് പാപ്പോ. എന്താ എത്ര കണ്ടിട്ടാ എല്ലാരും तू सेकंड लैंग्वेज हिंदी है क्या? मुझको मार्क किया? മുതുക്ക് മാർക്ക് കരേगा മാർക്ക് കരേ. അപ്പൊ ഹിന്ദിയിൽ എങ്ങനെയാടാ ചോദിക്കുന്നത് മുതുക്ക് മാർക്ക് ചെയ്യാൻ? ശരത്തേട് ലൈവ് ഇല്ലേ കുറച്ച് ദിവസം കൊണ്ട്? मुझको मार्क करो. मुझको मार्क करो. करो. टीवीए गैंग हाउस मार्क करो. वही है, इतना है बस. केवीए गैंग हाउस मार्क करो. करेक्ट अല്ലേ? वही है. मुझको मार्क करो. टीवीए गैंग हाउस मार्क करो. कर दिया. ആഹാരം ഉണ്ടോ? കാന ഹേ ആപ്കെ പാസ്. കാന ഹേ ആപ്കെ പാസ്. ഓ, ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ? മേരെ പാസ് ഹേ. ഓ हमारे पास खाना खाना है आपके पास. ഹിന്ദി എളുപ്പമാട്ടോ പഠിക്കാൻ. മേരെ പാസ് ഹേ. ഇതേയും രാമനും ഒന്നും ഇല്ല. ഒന്ന് മലയാളത്തിൽ പറ. ഏത് സീത? ഗോ സ്ട്രേറ്റ്. ഓ സീത. അപ്പൊ പുറകിലോട്ട് പോവാനോ? പീച്ചെ 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 സീത. പീച്ച പീച്ചെ പീച്ചെ. ഇപ്പൊ സീത. ഇപ്പൊ പീച്ചെ. പീച്ചെ സീത. പീച്ചെ സീത. സീത. അപ്പൊ ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റ് റൈറ്റ് ഹിന്ദി പേ ലെഫ്റ്റ് റൈറ്റ്. ഹിന്ദിയില് ലെഫ്റ്റ് റൈറ്റ് ഒന്നും ഇല്ല. वो मैं पढ़ने किया ना. क्लास मिस कर दिया. वो स्टडी के. तू सेकंड लैंग्वेज हिंदी है क्या? मेरा मेरा तुम्हारा. तुम्हारा मेरा सेकंड लैंग्वेज हिंदी है ना. ओ नाइस. मेरे को हिंदी, इंग्लिश, अरबिक, തമിഴ്, മലയാളം കുറച്ച്. മലയാളം കുറച്ച് അറിയാം. കുറച്ച് അറിയും. പിന്നെ ഞാൻ എന്തിനാണോ നിന്റെ അടുത്ത് ഇത്ര നേരം ഹിന്ദി സംസാരിച്ചേ? അത് ഞാൻ അണ്ണൻകോ ഹിന്ദി പഠിക്കണം പറഞ്ഞു. അടിച്ചു കൊടുത്ത്. വിഷയം സീൻ ഒന്നും പറയല്ല. അടിപൊളി. ഇത് അമ്മിക്കല്ല്. അമ്മിക്കല്ല ഇത്.
അടിച്ച് കയറ്റണ്ട അങ്ങോട്ട്. ഇല്ല അല്ല, അടിച്ച് അത്രേ ഉള്ളൂ. ഇതാ 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 ഇടിച്ച് 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 ഇടിച്ച്. വലിയ സ്ക്രീനെ സെറ്റ് ചെയ്യുന്ന ഞാൻ ആലോചിക്കണേ. ഇതൊക്കെ കളിക്കണ സ്റ്റിയറിംഗ് അടിച്ചിട്ട് അല്ലേ? ഞാൻ സത്യം കുക്കട, ഞാൻ വിചാരിക്കട്ടെ ഒരു വലിയ സ്ക്രീൻ അങ്ങോട്ട് വാങ്ങിക്കണം. എന്നിട്ട് കുക്കട എനിക്ക് സ്റ്റിയറിംഗ് വീഡിയോ അടിച്ചു തരുമോ?